ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന സെന്റൻസ് നിങ്ങൾ നോക്കൂ. ദ നോട്ട്ബുക്ക് ഷുഡ് ബി കറക്റ്റഡ് ആൻഡ് ബ്രോട്ട് ടു ദ ഓഫീസ്. പലർക്കും പരിചയമുള്ള സെന്റൻസ് ആണ് അല്ലേ? എവിടെയാണത്? നമ്മുടെ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് സ്റ്റുഡൻറ് എങ്ങനെയാണ് കോൺവെർസേഷൻ ചെയ്യുന്ന ആ ഒരു വീഡിയോയിലാണ്. നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യവും ഈ ഒരു സെന്റൻസിനെ റിലേറ്റഡ് ആയിട്ടാണ്. എന്തുകൊണ്ട് ഇവിടെ ബ്രിങ് ഉപയോഗിച്ചില്ല എന്നതാണ് കമന്റ് ബോക്സിൽ കാണുന്ന ചോദ്യം. അപ്പൊ ഞാൻ അവിടെ തന്നെ മറുപടി കൊടുക്കാത്തതിന്റെ കാര്യം ഇത് പലർക്കും തോന്നിയിട്ടുണ്ട്. കാരണം തുടരെ വരുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇവിടെ ബ്രിങ് ഉപയോഗിച്ചില്ല? എന്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇത് എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? ഇത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? ഇത് പാസീവ് വോയിസ് ആണ്. ഇനി അതും അറിയില്ലെങ്കിൽ എന്റെ പാസീവ് വോയിസ് എന്നുള്ള വീഡിയോ തന്നെ നിങ്ങൾ എന്റെ നല്ല ഓട്ടോ ആരുടെയും കാണുക. പാസീവ് വോയിസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൽ എങ്ങനെയാണ് വരിക? ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് അല്ല, ഒബ്ജക്റ്റ്. പിന്നെ എന്ത് വേണം? ഈ ഒരു സെന്റൻസിലാണ് എങ്കിൽ ഷുഡ് ബി വേണം. പിന്നെ വേർബ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3 ആണ് വേണ്ടത്. ഷുഡ് ബി ആണ് കേട്ടോ, ഷുഡ് അല്ല, ഷുഡ് ബി വേണം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3 ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് നോട്ട്ബുക്ക് ഷുഡ് ബി V3 കറക്റ്റഡ് ബ്രോട്ട്. ബ്രിങ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല. ബ്രിങ്ങിന്റെ V3 ആണ് ബ്രോട്ട് എന്നുള്ളത്. അപ്പൊ ചോദിച്ച നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല? ഇവിടെ ഷുഡ് ബി കറക്റ്റ് എന്ന് മാത്രമല്ലേ കൊടുക്കണ്ടേ? കറക്റ്റഡിന് എന്തിനാ കൊടുത്തേന്ന് അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ ഇവിടെ ഒരു ആണ്ട് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കറക്റ്റ് ചെയ്തിട്ടും എന്നുള്ളൊരു അർത്ഥത്തിൽ ആണ്ടിന്റെ അർത്ഥമൊക്കെ ഞാൻ പറഞ്ഞു, അത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ എനിക്ക് ബ്രിങ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഷുഡ് ബി ആണ് ഉള്ളത്. ഷുഡ് ബി ആയതുകൊണ്ട് നമുക്ക് V3 ആണ് കൊടുക്കേണ്ടത്. ബിക്കോസ് ഇത് പാസീവ് വോയിസ് ആണ്. ക്ലിയർ ആയല്ലോ? നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചവർക്കും നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ പഠിക്കുന്നതിന്റെ ലക്ഷണമാണല്ലോ ചോദിക്കുക എന്ന് നമ്മൾ ടീച്ചേഴ്സൊക്കെ പറയും. അതുപോലെ ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി. കാരണം ഇത് പാസീവ് വോയിസ് സെന്റൻസ് ആണ്. പാസീവ് വോയിസ് സെന്റൻസിൽ വേർബ് എപ്പോഴും തേർഡ് ഫോമിലാണ് നിൽക്കുക. അവിടെ നമുക്ക് സെക്കൻഡ് ഫോമോ ഫസ്റ്റ് ഫോമോ ഒന്നും കൊടുക്കാൻ കഴിയത്തില്ല. ക്ലിയർ? ഇനി സംശയമുണ്ടോ? ഉണ്ടാകാൻ പാടില്ല. നമ്മൾ തിങ്കളാഴ്ച മുതൽ ലൈവ് ക്ലാസ്സുകൾ കൂടാൻ പറ്റത്തില്ലാത്തവർ, അതേപോലെ തന്നെ എനിക്കൊന്നും അറിയില്ല എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇപ്പം തന്നെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.